നമസ്കാരം, അഖിലാണ്. ലഡാക്ക് ട്രിപ്പിന്റെ 6ാം ദിവസം ജമ്മുവിലാണ് ഞങ്ങളുള്ളത്. ഇന്നലെ സ്റ്റേ ചെയ്ത വീടാണിത്. റെഡിയായി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. വീടിന് വെളിയിൽ നല്ലൊരു ഗാർഡൻ ഒക്കെ ഉണ്ട്. റോഡ് സൈഡ് ആയിട്ടാണ് ലൊക്കേഷൻ, സോ ഈസിലി ആക്സസിബിൾ ആണ്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ടെമ്പറേച്ചർ 36 ഡിഗ്രിയാണ്. സമയം 10:40. ഇന്ന് ഉധംപൂർ അനന്തനാഗ് വഴി ശ്രീനഗറിലേക്കാണ് ഞങ്ങളുടെ യാത്ര. 245 കിലോമീറ്റർ. ഇതുവരെ 1966 കിലോമീറ്റർ ഓടിയിരിക്കുന്നു നെക്സോൺ. തവി റിവറിന്റെ അരികിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള യാത്രയാണ് ഈ ട്രിപ്പിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ നമുക്ക് തരാൻ പോകുന്നത്. സിറ്റി ട്രാഫിക്കും കെട്ടിടങ്ങളും ചൂടുമൊക്കെ ഇനി കുറഞ്ഞു വരും. ജമ്മു ഏരിയ കഴിഞ്ഞപ്പോൾ റോഡ് അടിപൊളിയായി. ജമ്മുവിൽ റോഡ് പണി കഴിയാൻ കുറച്ച് ബാക്കിയുണ്ട്. ഇങ്ങോട്ടുള്ള റോഡുകൾ സൂപ്പറാണ്. ജമ്മു സൂ ആണിത്. ഇത് ജമ്മു IIM. ഇനിയുള്ള യാത്രകൾ മലകൾക്കിടയിലൂടെയും ടണലുകൾക്കുള്ളിലൂടെയും ഒക്കെയാണ്. ആ ദൂരെ മലയിൽ കാണുന്നത് ജമ്മുവിലെ ഫേമസ് ആയ വൈഷ്ണവദേവി ടെമ്പിൾ ആണെന്ന് തോന്നുന്നു. മാപ്പിലും ഏകദേശം അവിടെയായിട്ടാണ് കാണിക്കുന്നത്. ജമ്മു വിസിറ്റ് ചെയ്യുന്നവർ മെയിൻ ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ഫേമസ് ടെമ്പിൾ ആണ് വൈഷ്ണവദേവി ടെമ്പിൾ. കട്ര എന്ന സ്ഥലത്തിറങ്ങി ഏകദേശം 13 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വേണം അവിടെ എത്താൻ. ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട് പണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഉധംപൂർ എത്തിയിരിക്കുന്നു. ജമ്മു കഴിഞ്ഞാൽ മെയിൻ സിറ്റിയാണ് ഉധംപൂർ. ഇത്രയും ദിവസത്തെ കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായ ലാൻഡ്സ്കേപ്പിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര. ആക്ച്വൽ ലഡാക്ക് ട്രിപ്പ് ഇവിടെ ആരംഭിക്കുന്നു. റോഡിലൂടെയും ടണലിലൂടെയും യാത്ര ചെയ്യുമ്പോൾ ഇത് ഇന്ത്യയിലാണോ എന്ന് തോന്നിപ്പോകുന്നു. അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഒരു ഫ്രൂട്ട്സ് ബ്രേക്ക് എടുത്തു. വീണ്ടും കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര തുടർന്നു. വഴിയിൽ ചെമ്മരിയാരൻ കൂട്ടത്തെ കണ്ടപ്പോൾ നിർത്തി. സിദ്ധാർത്ഥ് ബുക്കിലും കാർട്ടൂണിലും മാത്രം കണ്ട ഷീപ്പിനെ നേരിട്ട് കണ്ടു. ഒരു ടോൾ പ്ലാസയിൽ എത്തിയപ്പോൾ വാഷ്റൂം പോകാൻ നിർത്തി. ഇത്രയും ദിവസത്തെ ട്രിപ്പിൽ ഈ ഒരു ടോൾ പ്ലാസയിലാണ് വൃത്തിയുള്ള വാഷ്റൂം കണ്ടത്. അങ്ങനെ ഫസ്റ്റ് ഗ്ലിംസ് ഓഫ് സ്നോ. അങ്ങ് ദൂരെ മലകളിൽ സ്നോ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി എന്തൊക്കെ കാഴ്ചകളാണ് കാണാനിരിക്കുന്നത്. ലഞ്ച് കഴിക്കാൻ നല്ലൊരു റെസ്റ്റോറന്റ് കാണാതെ അത്യാവശ്യം ഓക്കെ ആയ ഒന്നിൽ കയറി. ഫ്രൈഡ് റൈസ് കഴിച്ചു. കടക്കാരന്റെ വക കോംപ്ലിമെന്ററി മാഗി സിദ്ധാർത്ഥിന് കിട്ടി. ഹൈവേ സൈഡിൽ ഹൈവേ മിനി നെസ്റ്റ് എന്നാണ് റെസ്റ്റോറന്റിന്റെ പേര്. ഇവിടെ കാറിൽ കയറി രണ്ടാളും എന്തോ പരിപാടിയിലാണ്. എന്താണെന്ന് നോക്കാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ശ്രീനഗർ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഇവിടെ വഴിയരികിൽ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കി വിൽക്കുന്ന കടകളും ഫാക്ടറികളും കാണാം. ഇവിടുത്തെ വില്ലോ മരം കൊണ്ടാണ് ബാറ്റ് ഉണ്ടാക്കുന്നത്. എന്താ വ്യൂ അല്ലേ. ശ്രീനഗർ എത്താറായപ്പോഴേക്കും കുങ്കുമപ്പൂവും ഡ്രൈ ഫ്രൂട്ട്സും വിൽക്കുന്ന ഒരുപാട് വലുതും ചെറുതുമായ കടകൾ കാണാം. ഞങ്ങൾ ആദ്യമേ റിസർച്ച് ചെയ്ത് ഒരു നല്ല കട കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, ഹൈവേ സൈഡിൽ തന്നെ. എന്നാൽ അങ്ങോട്ട് കയറാം. കിസാൻ കേസർ അത്യാവശ്യം ഫേമസ് ആയ കടയാണ്. ഇവിടെ ഒറിജിനൽ സാഫ്രോണും ഡ്രൈ ഫ്രൂട്ട്സും വാൾനട്ടും ഒക്കെ കിട്ടും. എല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റി ഐറ്റംസ്. പുറത്ത് ലോക്കൽസ് ചെറിയ വലിയ കുങ്കുമപ്പൂവുമായി അപ്രോച്ച് ചെയ്യും. അത് എത്ര ഓതന്റിക് ആണെന്ന് അറിയാൻ പറ്റില്ല. സാധനങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇവർ കശ്മീരി സ്പെഷ്യൽ കാവ തന്നു കുടിക്കാൻ. ഫസ്റ്റ് ടൈം ആയിരുന്നു ഞങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈപ്പിലും ഡിഫറെന്റ് ക്വാളിറ്റിയിലുമുള്ള ഡ്രൈ ഫ്രൂട്ട്സും വാൾനട്ടും എല്ലാം ഇവിടെയുണ്ട്. ഒരു വലിയ ഷോപ്പ്. ഇത് 1 ഗ്രാം കുങ്കുമപ്പൂവാണ്. ഇതിന് 350 രൂപയാണ്. ഇത് 2 ഗ്രാംസ്. ഇതിന് 700. ഇത് തോട് കളഞ്ഞ വാൾനട്ട്. ഇത് കാശ്മീരി സ്പെഷ്യൽ കാവയുടെ കൂട്ടാണ്. അങ്ങനെ കുങ്കുമപ്പൂവും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു. വീണ്ടും വഴിയിൽ ഷീപ്പിനെ കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് വേണ്ടി വീണ്ടും നിർത്തി. അങ്ങനെ ഞങ്ങൾ ശ്രീനഗറിലെ ഇന്നത്തെ താമസ സ്ഥലത്തെത്തി. ഹെറിറ്റേജ് മാൻഷൻ. അതെ, ഇനിയുള്ള 2 ഡേയ്സ് നമ്മൾ ഈ മാളികയിലാണ് താമസിക്കാൻ പോകുന്നത്. ഇത് പഴയ ഒരു കൊട്ടാരമാണ്. 1953 to 1964 ജമ്മു കാശ്മീരിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ബക്ഷി ഗുലാം മുഹമ്മദ് താമസിച്ച സ്ഥലം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൊച്ചുമകന്റേതാണിത്. Airbnb വഴിയാണ് ഞങ്ങൾ ഇത് ബുക്ക് ചെയ്തത്. ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇവിടെ ഒരു കോമൺ കിച്ചൺ വിത്ത് വാഷിംഗ് മെഷീൻ ആൻഡ് ഫ്രിഡ്ജ് ഉണ്ട്. ഒരു നോർമൽ കിച്ചണിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ ഒരു കോമൺ ഡൈനിങ് ആൻഡ് ഡ്രോയിങ് ഏരിയ ഉണ്ട്. ടിവിയും ഇവിടെയാണുള്ളത്. ഇനി നമുക്ക് റൂം കാണാം. സ്പേഷ്യസ് ആയ റൂം. ഫ്ലോർ മുഴുവൻ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. തണുപ്പടിക്കാതിരിക്കാനാണ്. തണുപ്പ് കാലത്ത് തീ കത്തിക്കാനുള്ള ഫയർ പ്ലേസ് ആണിത്. ആന്റിക് ഫർണിച്ചറും വിശാലമായ വാഷ്റൂം വിത്ത് ഹോൾഡ് ആൻഡ് കോൾഡ് വാട്ടർ ഫെസിലിറ്റി. ഇന്ന് ഞങ്ങൾ എങ്ങോട്ടും ഇറങ്ങിയില്ല. റൂമിൽ തന്നെ ഡിന്നർ ഉണ്ടാക്കി. ചോറും പരിപ്പ് കറിയും ചിക്കൻ അച്ചാറും. അപ്പോൾ ഇത് കഴിച്ച് ഇന്ന് റെസ്റ്റ്. ബാക്കി വിശേഷങ്ങൾ നാളെ.